ഹല്ലേലൂയ. എവിടെ? ഹല്ലേലൂയ. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരിക്കണം. നമ്മൾ ഏത് ഭാഗത്തിൽപ്പെടും? തണുത്ത വ്യക്തികളാണോ ചൂടുള്ള വ്യക്തികളായിരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആ പറച്ചലിന് പോലും ഒരു ചൂടില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 81-ാം സങ്കീർത്തനം അതിന്റെ 1-ാം തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. എങ്ങനെ പാടി സ്തുതിക്കണമെന്ന് പറഞ്ഞത് ഒന്ന് പറയാമോ? കരമുയർത്തി എന്ന് പറയാമോ? നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ എന്നോടൊപ്പം വലതുകരം ഉയർത്തി ദൈവത്തിന്റെ എല്ലാവരും ഒന്ന് ചേർന്നെന്ന് പറഞ്ഞേ, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ഞാൻ കാണുന്നു. നമ്മുടെ വീഡിയോ എടുക്കുന്നത് അനീഷ് തങ്കച്ചനാണ്. വീട് അടൂര്. 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും പറയണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ. ബേസ് ഗിറ്റാറും
ഡബിൾ ബേസ് വായിക്കുന്നത് ഹിസ് സൺ നെയ്തൻ തങ്കച്ചൻ, കീബോർഡ് വായിക്കുന്നത് ഷെറിൻ. എന്ത് ഷെറിൻ ഇവിടെ ഉണ്ട്, ഈസ് റൈറ്റ് ദേർ. ആൻഡ് ഷെറിൻ്റെ മോൻ സ്റ്റെബിയോൺ ഷിറൻ ആണ് ഈസ് ഡൂയിങ് ദ ഡ്രംസ്. ആൻഡ് ഇലക്ട്രിക് ഗിറ്റാർ വായിക്കുന്ന ജൂബലാണ്. ആൻഡ് ഇത്രയും ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തുകയാണ്. വേദോത്സവം നാം വായിച്ചാൽ എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒനാസിഫോറസ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്തോ പറയുന്നതെന്നറിയാമോ? എന്നെ പലപ്പോഴും തണുപ്പിച്ചവനായ ഒനാസിഫോറസ്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഈ ഓഫൻ റിഫ്രഷ് മീ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊക്കെ എത്ര എടുത്ത് യാത്ര ചെയ്യുന്നവരാ, എത്ര എടുത്ത് ജോലി ചെയ്യുന്നവരാ? നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രസൻസും ഒരാളെ റിഫ്രഷ് ചെയ്യുന്നെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇനി ഒരു ഹിന്ദി സോങ് ആണ്, കൂട്ടത്തിൽ വർഷിപ്പ് സോങ് ആയിട്ട് പാടുന്ന ഈ സഭയിലെ അംഗമായ ശോഭ, അമ്പിളി, സിനി, സജന ഈ ചർച്ചിലെ മെമ്പേഴ്സാണ്. അവർ വർഷിപ്പ് സോങ് പലപ്പോഴും ലീഡ് ചെയ്യുന്നവരാണ്. ഹിയർ ആർ ദേ ടുനൈറ്റ് joining the worship team, equally welcoming Praise and Asha too. God bless you all. മറ്റാരുമല്ല പാടുന്നത്, നേരത്തെ പാടിയ മേഴ്സി തന്നെയാണ് അതിന് ലീഡ് ചെയ്യുന്നത്.
പറയുന്നത് ബിക്കോസ് there is only one reason, is holy. Holiness is the essence and nature of God in heaven. വിശുദ്ധി ദൈവത്തിന്റെ ഒരു അടയാളമാണ്. ഇന്ന് ഈ വിശുദ്ധിയുള്ള ദൈവത്തിനെ ആരാധിക്കുമ്പോൾ, അവന്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതുകൊണ്ടാണ് 1 പത്രോസ് ലേഖനത്തിൽ ദൈവവചന ഇപ്രകാരം ഓർപ്പിക്കുന്നത്, ബി ഹോളി ആസ് ഐ ആം ഹോളി. അത് മാത്രമേ ഉള്ളൂ പറയാൻ. വീഴ്ചകളും കുറവുകളും നിറഞ്ഞിരിക്കുന്ന നമ്മളെ ആ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് വിശുദ്ധനായ ദൈവം ഉള്ളതുകൊണ്ടാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതുകൊണ്ടാണ്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞത്, ഞാൻ പോയതുപോലെ ഇവ തീരെ താല്പര്യമില്ല. കാരണം ഇതെല്ലാം ഇട്ടിട്ട് പോണ്ടേ, നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഒരു കൂട്ടറുണ്ട് ഒരുങ്ങി നിൽക്കുന്നവര് കേട്ടോ, അവൻ മേഘാരൂഢനായി അവൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശയാണ്, അവൻ പോയതുപോലെ മടങ്ങി വരും. നമുക്കും ആ കൂട്ടത്തിൽ ചേരണം, നമുക്കും ആ കൂട്ടത്തിൽ ചേർക്കപ്പെടണം. എനിക്ക് തോന്നുന്നു വിരോധമില്ല എങ്കിൽ, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഈ പാട്ട് ആരാധനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand up? Shall we all stand up? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രയാസമുള്ളവർക്കിരിക്കാം. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ പോവാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട രാജീവ് ബ്രദറും പ്രിയപ്പെട്ട മേഴ്സി സിസ്റ്ററും വന്ന് ഈ പാട്ട് ലീഡ് ചെയ്യുന്നതായിരിക്കും. വളരെ പരിചയമുള്ള പാട്ട്. നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ. ഒന്ന് പറയാമോ ഹല്ലേലൂയ? എല്ലാവരും വലതുകരം ഉയർത്തി ഒന്ന് പറയാമോ ഹല്ലേലൂയ? കൈകൾ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കുക. കൈകളില്ലാത്തവർ കൈ ഉയർത്തേണ്ട ആവശ്യമില്ല. കൈകൾ ഉള്ളവർ ദൈവത്തിന് മുമ്പിൽ എളിമയോട് ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. വെരി ഗുഡ്. നമ്മൾ പിശുക്ക് കാണിക്കാൻ നമ്പർ 1 ആണ് മലയാളികൾ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും പിശുക്ക് കാണിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും പിശുക്ക് കാണിക്കുന്നവരാ ആകരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ജീവിക്കുവാനുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ നമുക്കുള്ളത്. മരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ അവിടെ ജോലി? എന്താ? ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ജോലിയും അവിടെ ഇല്ല. അപ്പോൾ ആ ജോലി ഇവിടെ വെച്ച് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് പറഞ്ഞേ, ശക്തിയോട് പറഞ്ഞേ. പരമപരിശുദ്ധനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. സർവ സൈനാധിപനായ, സർവശക്തനായ, 1000 സൂര്യനേക്കാൾ തേജസ്സുള്ളവനായ യേശുവിന്റെ തേജസ്സിന്റെ മഹാപ്രഭാവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗാനമാണ്. ഒത്തിരിയേറെ പാടി തഴമ്പിച്ച ഗാനമാണ്. പക്ഷേ വലിയ മഹത്വം ഒളിമങ്ങാതെ ഇന്നും വിളങ്ങി നിൽക്കുന്ന ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു ഗാനമാണ്. പരിശുദ്ധൻ മഹോന്നത ദൈവം. പാടുകേ. പരിശുദ്ധൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, പരമെങ്ങും വിളങ്ങും സൈന്യം സ്തുതിക്കുന്ന സർവ്വലോക. ഒന്നുകൂടെ കോഴ്സ് വായിച്ചേ. പരിശുദ്ധൻ മഹോന്നത ദൈവം. പാടുകേ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ സ്തുതിക്കും
വലതുകരം ഉയർത്തി ലോകനാഥൻ ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്ന് പാടിക്കേ ആമേൻ. പരമപരിശുദ്ധനെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. മാലാഹബന്ധങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. വലതുകരം ഉയർത്തി എല്ലാം മറന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന ഒരു സമൂഹം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം, ദൈവിക തേജസ്, ദൈവത്തിന്റെ മഹാശക്തി ഇറങ്ങുന്ന സമയമാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട ജനമേ, വിശ്വാസത്തോടെ അവന്റെ മക്കളിലേക്ക് ഹൃദയങ്ങളും ചിന്തകളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവനാർക്കും കടക്കാറില്ല, അവനാർക്കുമേ ബാധ്യതയല്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ദൈവമാണ്. ആ പരമപരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ഉയർത്താം, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താം. അവനാർക്കുമേ ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാവില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാവില്ല. ഹല്ലേലൂയ. കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി
പറയട്ടെ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന് ചേർന്ന് കരമടിച്ച് ആ പരമപരിശുദ്ധനായ ദൈവത്തെ ലജ്ജ കൂടാതെ കരമടിക്കാം. എല്ലാവരും ചേർന്ന് പ്രൈസ് ദി ലോർഡ്. അവൻ ആർക്കും കടക്കാരനല്ല. Praise the Lord. ഒരു praise the Lord. He is not debted to us, but we are debted to him. സകല ജീവജന്തുക്കളുടെ പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും ഇന്ന് ദൈവത്തിന്റെ കരുത്തിലാണ്. നാം കഴിക്കുന്ന മെഡിസിന്റെ കയ്യിലോ നാം പോകുന്ന ജിമ്മിന്റെ അളവിലോ നാം കഴിക്കുന്ന ഓർഗാനിക് ഫുഡിന്റെ അളവിലോ ഒന്നുമല്ല. അവിടുന്ന് ഒരു ശ്വാസം വിടണമെങ്കിൽ ദൈവം അനുവദിക്കണം. Praise the Lord. Praise the Lord. Praise the Lord. Thank you. നമ്മുടെ വചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങാൻ അതിനു മുന്നേ I would request Pastor Abraham Chako. Is he here? Yeah. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വന്ന് മുൻപോട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വന്ന് പ്രസംഗിക്കാൻ പോകുന്ന കർത്താവിന്റെ ദാസനെ പരിചയപ്പെടാം. Over to you, Pastor, leading us for prayer before the message. പ്രാർത്ഥിക്കാം. സർവശക്തൻ നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്ന ഈ രാത്രി കർത്താവിനെ പാടി ആരാധിപ്പാൻ, ദൈവവചനം ശ്രവിപ്പാൻ, ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിപ്പാനൊക്കെ ഒരുക്കി തന്ന അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാടിയതുപോലെയും പറഞ്ഞതുപോലെയും ആയിരം ആയിരം ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാർ നിരന്തരമായി യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് എപ്പോഴും നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഏഴകളായ അടിയങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി അങ്ങയുടെ മക്കളായി തീരുവാനുള്ള അവകാശവും അത് മുഖാന്തരം അങ്ങയെ സ്നേഹിപ്പാൻ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിപ്പാൻ, അങ്ങയെ ആരാധിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്കിടയാക്കിയ അനുഭവങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഞങ്ങൾ പാടിയതുപോലെ കോടാകോടി ദൂത സൈന്യവുമായി മേഘാരൂഢനായി അവിടുന്ന് മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള ആ പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഇവിടെ ഇരിക്കുമ്പോൾ നൽകിയത് ഓർത്ത് സ്തോത്രം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ഗാന ശുശ്രൂഷകളിലൊക്കെ നേതൃത്വം കൊടുക്കുകയും പാടുകയൊക്കെ ചെയ്ത എല്ലാ അങ്ങയുടെ മക്കളെയും ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്ന് തിരുവചനം ഞങ്ങൾ ശ്രമിപ്പാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെയും തുറന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ വിശുദ്ധ വചനത്തിൽ കൂടി സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ അഭിഷേകത്തിനെ കർത്താവ് അഭിഷേകം ചെയ്യുമാറാകണമേ. തിരുമേണ്ട വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുക മാത്രമല്ല, അതിനെ അനുസരിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണമേ. തിരുസാന്നിധ്യ ബോധത്തോടെ ഞങ്ങളെ ഇരുത്തണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതോർത്ത് സ്തോത്രം. എല്ലാം അങ്ങയുടെ നാമമുഖത്തമായി തീരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. എബ്രഹാം ചാക്കോ വചന ശുശ്രൂഷക്കായി നമ്മുടെ കാതത്തെ നമ്മളെ തന്നെ ഒരുക്കാം. കാതുകളെ നമ്മുടെ ഇയേഴ്സിനെയൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യാം. വചനം ശുശ്രൂഷിക്കുന്നത് ഡോക്ടർ CM ജേക്കബ്. സഹോദരൻ കയറി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തന്നതെല്ലാം പറയരുത്, ഒറ്റ വാക്കിൽ ചുരുക്കായെങ്കിൽ ചുരുക്കിക്കോ, കർത്താവിനെ ഉയർത്തണം. He serves as an elder in Stafford Bible Chapel. He has 40 years of ministry experience and he holds PhD in construction project management and an MTH in systematic theology. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസനെ വന്ദനം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിരായിരിക്കുന്ന ഏവർക്കും, വിശേഷാൽ പ്രേക്ഷിത പ്രവൃത്തിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാർ, അധികം തേജസ്സേറിയ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, കൂടാതെ പല വിശിഷ്ടാതിഥികളും ഇന്ന് ഇവിടെ സന്നിധരായിരിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം. സ്വരരാഗലയ താളങ്ങളോടുകൂടി അനുഗ്രഹീത ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവം സഹായിച്ചു. സംഗീത ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, അതിന് പിന്നണിയായി നിന്ന് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം ആമുഖം കൂടാതെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ ചുരുക്കം സമയമാണല്ലോ തന്നിരിക്കുന്നത്. അതിനുള്ളിൽ നിന്ന് തന്നെ ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായിരിക്കുന്ന ഒരു ദൈവിക ആലോചന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങളുടെ ശ്രദ്ധയെ സത്യവേദ പുസ്തകത്തിലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി വാഗ്ദത്ത പ്രകാരം അക്ഷയനും അദൃശ്യനും നിത്യരാജാവുമായിരിക്കുന്ന ഏക ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഞാനിവിടെ നിൽക്കുന്നെങ്കിലും ദൈവത്തിന്റെ വചനം ദൈവമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവവചനത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ നിശ്ചയമായും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇന്നത്തെ പ്രബോധനത്തിന്റെ പ്രമേയം നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി ദൈവ കൃപയുടെ പെട്ടകത്തിൽ കയറുക. അതിന് നോഹയുടെ ജീവിതത്തെ ആസ്പദമാക്കി എബ്രായർക്ക് എഴുതിയ ലേഖനകർത്താവ് തന്റെ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. പറുദീസ നഷ്ടത്തോടുകൂടി നിഷ്പാപ യുഗം അവസാനിച്ച് മനസ്സാക്ഷി യുഗത്തിലേക്ക് ജനം കയറിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പൂർവ്വപിതാവായ അല്ലെങ്കിൽ ആദ്യ പിതാവും മാതാവുമായിരിക്കുന്ന ആദമും ഹൗവയും തുടങ്ങി നോഹ വരെയുള്ള സകല മനുഷ്യരും ഈ ഭൂമിയിൽ ജലപ്രളയത്താൽ മാറ്റപ്പെട്ടു എന്ന് നമുക്കറിയാം. അതിനുള്ള കാരണങ്ങളും ഉൽപ്പത്തി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല മനുഷ്യരും ഒന്നുകിൽ മരണം വഴിയായി അല്ലെങ്കിൽ ജലപ്രളയത്താൽ ഈ ഭൂമിയിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു. അതിന് വിപരീതമായി ഒരു വ്യക്തി മാത്രം ആ ജീവനോടെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഹാനോക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. മനസ്സാക്ഷി യുഗം അവസാനിച്ചു. തുടർന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും, നാം ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും ഈ നോഹയുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. കാരണം ഒരു കുടുംബം മാത്രം ശേഷിച്ചു. ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കന്മാർ, ഭൂമിയിലെ സകല ജാതികളും സകല മനുഷ്യരും ആ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നാം നോഹയുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഈ സംഭവത്തെ വിശദീകരിക്കുന്നു. ആദം മുതൽ നോഹ വരെയുള്ള മനുഷ്യർ അവർ ഭൂമിയിൽ പെരുകി വന്നപ്പോൾ ഒരു സംഭവം നടന്നു. എന്താണ് സംഭവം നടന്നത്? ഭൂമിയിൽ പെരുകി വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വെച്ചാൽ ദൂതന്മാർ മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരിൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടായതായിട്ട് ഉൽപ്പത്തി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ അതിലുണ്ടെങ്കിലും അതിൽ പ്രബലമായത് യൂദയുടെ ലേഖനത്തിൽ 6, 7, 8 ലേഖനങ്ങൾ ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് സ്വപ്നാവസ്ഥയിലായിരിക്കുന്ന സ്ത്രീകളെ ദൂതന്മാർ ഗന്ധർവമായുള്ള പ്രാപിച്ചത് കൊണ്ട് അവർക്ക് സന്തതികൾ ഉണ്ടായി. അവരെ കുറിച്ച് പറയുന്നത് തങ്ങളുടെ വാഴ്ച സ്ഥലം വിട്ടുപോയ ദൂതന്മാർ
അവർ പാപം ചെയ്തതുകൊണ്ട് അവരെ ചങ്ങലക്കിട്ട് അന്ധകാരത്തിൽ അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്, ടാർട്ടാറസിൽ അവരെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആശയത്തോടനുബന്ധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായ സന്തതികൾ അവർ വല്ലാത്ത ദുഷ്ടന്മാർ, മല്ലന്മാർ, വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ, ഇവരൊക്കെയും ഈ ഭൂമിയിൽ ജനിച്ചത് മുഖാന്തരം ഭൂമി വല്ലാത്ത അവസ്ഥയിലായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതായി, ഭൂമിയിൽ മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലാം ഇപ്പോഴും ദോഷമുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവം അനുതപിച്ചു. ഞാൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ ഹൃദയത്തിന് ദുഃഖമായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ സൃഷ്ടിച്ചിട്ടുള്ള സകല മനുഷ്യരെയും നശിപ്പിച്ചു കളയും എന്ന് ദൈവം ന്യായം വിധിച്ചു. എന്നാൽ ഈ വഷളായ ഭൂമിയിൽ, അതിക്രമം നിറഞ്ഞ ഭൂമിയിൽ, ദുഷ്ടത നിറഞ്ഞ ഭൂമിയിൽ, ദോഷം നിറഞ്ഞ ഭൂമിയിൽ നോഹ ദൈവത്തിന്റെ അരുളപ്പാട് വിശ്വസിച്ചു. എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞു, ഞാൻ ഈ ജാതികളെ മുഴുവൻ ജലപ്രളയത്താൽ നശിപ്പിച്ചു കളയും. എന്നാൽ നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം തീർക്കണം, നീയും കുടുംബവും ആ പെട്ടകത്തിലേക്ക് കിടക്കണം. മാത്രമല്ല ഈ സുവിശേഷം താൻ ആ രാജ്യത്തിന് മുഴുവനായി പ്രസംഗിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നീതി പ്രസംഗിയായ യോഹന്നാൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ 120 വർഷമായി മനുഷ്യന്റെ ആയുസ് നിജപ്പെടുത്തിയതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ വേദപഠിതാക്കൾ പറയുന്നത് നോഹ 120 വർഷക്കാലം പ്രസംഗിച്ചു. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ആ വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. താൻ അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായി. അതുവരെ ഭൂമിയിൽ ഒരു പ്രാവശ്യം പോലും മഴ പെയ്തിട്ടില്ല, ഭൂമിയിൽ ആകാശത്ത് നിന്ന് ജലം വന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അത് താൻ പറഞ്ഞപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യരും വിശ്വസിച്ചില്ല. എന്നാൽ നോഹ തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് താൻ ഒരു പെട്ടകം പണിഞ്ഞ് നോഹയും കുടുംബവും ആ പെട്ടകത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യവേദ പുസ്തകത്തിൽ പ്രധാനമായും 2 പെട്ടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗോഫർ മരം കൊണ്ട് നിർമ്മിച്ച നോഹയുടെ പെട്ടകം, 2 നമുക്കറിയാം ഖദിരമരം കൊണ്ട് നിർമ്മിച്ച ആ നിയമപ്പെട്ടകം. ഒന്ന് നോഹയുടെ പെട്ടകത്തിൽ മനുഷ്യരകത്തും ദൈവം പുറത്തുമായിരുന്നു, നിയമപ്പെട്ടകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അകത്തും മനുഷ്യർ പുറത്തുമായിരുന്നു. രണ്ടും കൃപയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവകൃപയോടുകൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. നോഹയ്ക്കും കുടുംബത്തിനും ദൈവകൃപ ലഭിച്ചത് കൊണ്ടാണ് ഈ പെട്ടകത്തിൽ അവർക്ക് കയറുവാൻ കഴിഞ്ഞത്. അതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നിയമപ്പെട്ടകത്തിന് മുകളിലും കൃപാസനം വെച്ചിട്ടുണ്ട്. അടുത്തു ചെല്ലുന്നവർക്ക് കൃപ ലഭിപ്പാൻ തക്കോണം അനുഗ്രഹീതമായ ഒരു സന്നിധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് കൃപ വെറുതെ ലഭിച്ചതല്ല. ഈ ദുഷ്ടത നിറഞ്ഞ, അതിക്രമം നിറഞ്ഞ വല്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്കനും നീതിമാനുമായി താൻ ജീവിച്ചത് കൊണ്ട് തനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പെട്ടകം മുഖാന്തരം നോഹയ്ക്ക് എന്തെല്ലാമാണ് ലഭിച്ചത്? ദൈവം പറഞ്ഞിട്ട് താൻ നിർമ്മിച്ച ഈ പെട്ടകത്തിൽ അവന് ദൈവീക സംരക്ഷണം ലഭിച്ചു. ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയിൽ നടക്കുമ്പോൾ മൂക്കിൽ ശ്വാസമുള്ള സകല ജീവജാലങ്ങളും ഈ ഭൂമിയിൽ മരിച്ചടങ്ങിയപ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന്റെ സംരക്ഷണം, മാത്രമല്ല നോഹയ്ക്കും കുടുംബത്തിനും ദൈവികമായ പരിപാലനം ലഭിച്ചു. 40 ദിവസം ഭൂമിയിൽ മഴ പെയ്തു. അതിനുശേഷം 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെയും അവർക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ ആ പെട്ടകത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച് അവരുടെ കുടുംബത്തിന് പരിപാലനം ലഭിക്കുവാൻ തക്കോണം ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവർക്ക് വേണ്ടി നിർമ്മിച്ച ഈ പെട്ടകത്തിൽ നോഹയ്ക്ക് ദൈവീക സംരക്ഷണം ലഭിച്ചു, നോഹയ്ക്ക് ദൈവികമായിരിക്കുന്ന പരിപാലനം ലഭിച്ചു. മാത്രമല്ല അതിന്റെ അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി 9:1 രേഖപ്പെടുത്തിയിരിക്കുന്നത് നോഹയ്ക്കും കുടുംബത്തിനും ദൈവിക അനുഗ്രഹം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നോഹ തീർത്ത പെട്ടകത്തിൽ നോഹയും കുടുംബവും വിശ്വാസത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അവന് ദൈവിക സംരക്ഷണം ലഭിച്ചു, ദൈവിക കൃപ ലഭിച്ചു.
ദൈവിക അനുഗ്രഹം ലഭിച്ചു, ദൈവികമായിരിക്കുന്ന പരിപാലനം ലഭിച്ചു. അതാണ് നോഹയ്ക്കും കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നത്. നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു എന്നാണ് നാം പ്രാരംഭമായി വായിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത് വളരെ ചുരുക്കം സമയമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ വചന ശുശ്രൂഷയ്ക്കായിട്ടുള്ളത്. സമയത്ത് തന്നെ നിർത്തണമെന്ന് എനിക്ക് നിശ്ചയമായും ആഗ്രഹമുള്ളവനാണ്. നോഹയുടെ ജീവിതം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോഹയുടെ കാര്യം പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഭവനത്തിൽ പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് ലഭിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കും. നോഹ നമ്മുടെ വല്യപ്പച്ചൻ, നമ്മുടെ വല്യപ്പച്ചൻ, ആ വല്യപ്പച്ചൻ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതുവെങ്കിൽ ആ പെട്ടകത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് നമുക്കറിയാം. നാം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും അനുഗ്രഹത്തിന് വേണ്ടി ഒരു പെട്ടകത്തിൽ കയറേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരു പെട്ടകം ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിയമപ്പെട്ടകം മോശ പണിഞ്ഞതാ, അതിന്റെ ജ്ഞാനശില്പി ദൈവമാണ്. ശില്പിയായി ദൈവമാണ് പറഞ്ഞു കൊടുത്തത്. പണിഞ്ഞത് മോശയും മോശയുടെ കൂടെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരും. അതുപോലെ നോഹയുടെയും ജ്ഞാനശില്പി ദൈവമാണ്, പക്ഷെ നോഹയാണ് അത് പണിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരു കൃപയുടെ പെട്ടകം നമുക്ക് വേണ്ടി പണിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നോഹ എന്തിനാ പെട്ടകത്തിൽ കയറിയേ? ദൈവീക ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് എന്താണെന്നറിയാമോ? തന്റെ 2-ാം ലേഖനത്തിൽ പറയുന്നത്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അത് ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. പണ്ടത്തെ കാര്യം. എന്നിട്ട് ഇപ്പോഴത്തെ കാര്യം എന്താ പറയുന്നത്? ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സോടെ മറന്നു കളയരുത്. ഈ കാലയളവിൽ അനേക സുവിശേഷ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും പ്രിയ കത്തുദാസന്റെ മനസ്സിലേക്ക്, അലക്സിന്റെ മനസ്സിലേക്ക് കടന്നുപോയത് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്നും ഗാന ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് വ്യക്തമായി ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം കേൾക്കുവാൻ വേണ്ടിയാണ്. എന്താണ്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പെട്ടകം. ആ പെട്ടകത്തെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടകം കൈപ്പണിയായ പെട്ടകമല്ല, ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായ പെട്ടകമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ട പെട്ടകമല്ല, ഈ അവന്റെ കൈപ്പണിയായി പണിഞ്ഞ പെട്ടകമല്ല. നാം പ്രത്യേകമായി അറിയേണ്ടത്, ആ പെട്ടകം ദൈവം നമുക്ക് വേണ്ടി തന്റെ കൃപയാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വന്തം ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു തന്നെയാണ്. അവനെയാണ് നമുക്ക് പെട്ടകമായി ഒരുക്കിയിരിക്കുന്നത്. ആ പെട്ടകത്തെ കുറിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ്, അന്ത്യകാലം നോഹയുടെ കാലം പോലെയാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ പ്രസംഗിച്ചു നടന്നു, ആരും വിശ്വസിച്ചില്ല. എല്ലാവരും എന്തു ചെയ്തു? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നുകുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ആർക്കും ദൈവവചനം കേൾക്കുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അവരെല്ലാവരും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പാകെ അവർ നശിച്ചുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വഷളായ, അതിക്രമം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ, ദോഷം നിറഞ്ഞ, അനീതി നിറഞ്ഞ, ആപത്തുകളും അനർത്ഥങ്ങളും മാറാരോഗങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് വരാൻ പോകുന്ന ദൈവവിധി ന്യായവിധിയുടെ മുമ്പാകെ നമ്മുടെ രക്ഷയ്ക്കായി നാം ഒരു പെട്ടകത്തിൽ കയറേണ്ടതാണ്. അതാണ് ദൈവം, പിതാവായ ദൈവം തന്റെ ജ്ഞാനശില്പിയായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തിരുശരീരമായിരിക്കുന്ന സഭ. പ്രിയപ്പെട്ടവരെ, എന്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏത് പെട്ടകമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഹോളുകളെ കുറിച്ചും വ്യത്യസ്തമായ ഹോളുകളെ കുറിച്ചാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത്. എന്നാൽ ദൈവം തന്റെ ജ്ഞാനശില്പിയായി നമുക്ക് വേണ്ടി സൃഷ്ടിച്ച തന്റെ ഏകജാതനായ പുത്രന്റെ തിരുശരീരം സഭ, ആ സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി മാറുന്നു. എങ്ങനെയാണ് അത്? അപ്പോസ്തല പ്രവൃത്തികളിൽ 1 സഭയുടെ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തന്റെ ദേഹ ശരീരമായിരിക്കുന്ന സഭയോടുകൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നപ്പോൾ നമ്മെ വരാൻ പോകുന്ന നിത്യന്യായവിധി എന്താണ്? ന്യായവിധി എന്നറിയാമോ?
ഇനി ഒരു ന്യായവിധി തീക്കായി ഭൂമി ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭൂമി വെന്തഴിയും. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ദൈവ ദിവസത്തിൽ ഈ ഭൂമി വെന്തഴിയും, ഈ ഭൂമിയിലെ സകല കൈപ്പണികളും വെന്തഴിയും. അതിന്റെ മധ്യേ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു എന്ന തിരുശരീരമാകുന്ന പെട്ടകത്തിൽ നാം കയറേണ്ടതാണ്. അതിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചുരുക്കം സമയം കൊണ്ട് ഞാൻ പറയുന്നത്, വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നോഹ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം സൃഷ്ടിച്ചു. എന്നാൽ പിതാവായ ദൈവം നമ്മെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കിയ പെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് കാലിത്തൊഴുത്തിൽ ജനിച്ച് 33 വർഷം യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ തെരുവീതികളിലൂടെ നന്മ മാത്രം സുവിശേഷിച്ചുകൊണ്ട് കടന്ന് കാൽവരി ക്രൂശിൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിലെ മരണത്താൽ തന്റെ ദേഹം എന്ന തിരശ്ശീല തുറന്ന് നമുക്ക് തുറന്നു തന്ന പുതുവഴി ആ പെട്ടകത്തിലേക്ക് കയറുവാനുള്ള മാർഗമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഏത് വ്യത്യസ്ത സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നാലും, ഞാൻ UAE-യിലായിരുന്ന സമയത്ത് യൂണിയൻ ചർച്ചിലായിരുന്നു 54 സഭകൾ, കനാനയ, CSI, അതുപോലെ CNI, അത് പെന്തക്കോസ് സഭകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചർച്ചായിരുന്നു യൂണിയൻ ചർച്ച്. ആ ചർച്ചിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, പല പ്രിയപ്പെട്ടവരോടും സംസാരിക്കാൻ തക്കോണം എനിക്ക് ഇടയായിട്ടുണ്ട്. പല മെത്രാപ്പോലിത്തമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞ്, യേശു ക്രിസ്തു മൂലം മാത്രം രക്ഷ. യേശു ക്രിസ്തു, ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഏറ്റുപറയുക, വിളിച്ചപേക്ഷിക്കുക. യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. അവന്റെ പെട്ടകത്തിൽ ഈ ശരീരത്തിലേക്ക് കയറും. ഇന്ന് രാത്രി നാം കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ തക്കോണം ഇടയാകട്ടെ. ഇനി നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞങ്ങളോട്, ഇതിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആരോട് വേണമെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ തക്കോണം കഴിയും. പ്രിയപ്പെട്ടവരെ, നാം പ്രാരംഭമായി MC-യിൽ നിന്ന് കേട്ടല്ലോ, നാം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ ഒന്ന് തൊടണം. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിച്ചുകൊണ്ട് അതിന്റെ മധ്യേ ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ തക്കോണം എന്ന് രാത്രി ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര നല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നില്ലേ? ഒന്നും അനങ്ങുന്നില്ല. ഇത്ര നല്ല ദൈവത്തെ ആരാധിക്കുന്നേ? ഒരു സ്തോത്രം പറയാം. Praise the Lord. ഇത്ര നല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നില്ലേ? Whatever happens to us is a mystery, but God is good all the time. ഞാൻ എപ്പോഴും ഓർക്കും, എന്റെ പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്നാ മരിക്കുന്നത്, എന്റെ മാതാവ് ഈസോഫാഗസി ക്യാൻസർ വന്നാ മരിക്കുന്നത്. എന്നിരുന്നാ പോലും ഉറപ്പിച്ച് ധൈര്യത്തോടും പറയാം, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഇന്ന് രാത്രിയിൽ ദോഷമെന്ന് കരുതിയാലും തകർച്ച എന്ന് കരുതിയാലും ഇത് ബലപ്പെട്ടേ പോവാം. God is good all the time. Praise the Lord. ഇത്ര നല്ല ദൈവത്തെ പാടുന്നത് മേഴ്സിയാണ്. നമുക്ക് ഈ ദൈവത്തിന്റെ ആഴം ഗ്രഹിക്കാം. ഇത്ര നല്ല ദൈവത്തെ ഒന്നുകൂടെ സ്തോത്രം ചെയ്ത് ഇന്ന് കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓവർ ടു
താങ്ക് യു മേഴ്സി. അടുത്ത ഒരു വിലപ്പെട്ട ഗാനത്തിനായി ലയിച്ചു ഒരുങ്ങുകയാണ്. ഈ ദൈവത്തിൽ നിന്ന് സ്പർശനം ലഭിക്കാത്ത ആരുമില്ല. ഈ ദൈവത്തിന്റെ നന്മയിൽ നിന്നും സ്പർശനം ലഭിക്കാത്ത ആരുമില്ല. അതിനായി ഈ ദൈവത്തോടെ പാടി ഞാൻ പരമേശ്വരന് എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവത്തില്ല. ലൈജു ഈ പാട്ട് പാടാനായി ഞാൻ ക്ഷണിക്കുകയാണ്. ഓവർ ടു ലൈജു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ഗാനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നോക്കാൻ ദൈവം എന്നെ സഹായിച്ചതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തപ്പെടുത്തുന്നു. നമ്മൾ വളരെ മനോഹരമായ ഒരു ഗാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായ ഗാനം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹ്യൂസ്റ്റണിൽ വന്ന സമയത്താണ് ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയ മനോജ് ലെവങ്കൽ എൻ്റെ കൂട്ടുകാരനാണ്. ഈ സോങ് പ്രൊഡ്യൂസ് ചെയ്ത ജിനോ കുന്നുമ്പുറത്ത് എൻ്റെ സുഹൃത്താണ്. ആ സമയത്തൊക്കെ ഈ പാട്ടിനെ പറ്റിയൊക്കെ ധാരാളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പാട്ട് ഞാൻ ഇപ്പോൾ പാടാൻ ഉദ്ദേശിച്ചിരുന്നൊരു പാട്ട് ഞാൻ അധികം പാടിയിട്ടില്ലാത്തൊരു പാട്ടാണ്. പറഞ്ഞ് പഠിച്ച് പെട്ടെന്ന് പാടാനായിട്ട് പ്രിപ്പയർ ചെയ്തൊരു പാട്ടാണ്. പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്, സംഗീതത്തിന് വരികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ ടച്ച് അവർ സോൾസ്, ഇറ്റ് ക്യാൻ ടച്ച് അവർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിനൊക്കെ തൊടാൻ പറ്റും, നമ്മുടെ സോളിനെ തൊടാൻ പറ്റും. നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് സന്തോഷം പകരാൻ പറ്റും. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യം. ഈ പാട്ടിൻ്റെ ഈ വരികൾ അപ്രകാരം തന്നെ പറയുന്ന വരികളാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ എല്ലാ പ്രകാരമുള്ള പാട്ടുകളായിരുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തരത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്, നമുക്ക് കേട്ടുകൊണ്ടിരുന്നത്. ഈ ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. പ്രത്യേകിച്ച് അല്പം മുതിർന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന വരികളായിരിക്കും, പാട്ടായിരിക്കും. ഞാൻ പെട്ടെന്ന് ഈ കഴിഞ്ഞ പാട്ടിൽ അങ്ങ് ലയിച്ചിരുന്നുകൊണ്ട് ഇതിൻ്റെ ട്യൂൺ അല്പം മറന്നുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ഈ പാട്ടിൻ്റെ കൂടെ പാടണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് പാടും ഞാൻ സതതം പരമേശ്വരന് എന്നുള്ള പാടും ഞാൻ സതതം എന്നുള്ള ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുവേഗൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർത്തവനും ദുരിതങ്ങൾ ഓർത്താനും പ്രാർത്ഥനകൾ, ആർത്തവനും ദുരിതങ്ങൾ ഓർത്താനും പ്രാർത്ഥനകൾ, തീർത്തവനും ദുരിതങ്ങൾ വാഗ്ദത്തത്തിനറിയാൻ പാടും ഞാൻ സദനം, പാടും ഞാൻ പരമേശ്വരനു സദനം. എന്റെ പാപമെല്ലാം തൂക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു
സതതം. അവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കണ്ഠം കൊതിച്ചിടുന്ന അധികമായി ദുരിതമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കണ്ഠം കൊതിച്ചിടുന്ന അധികമായി ദുരിതമോടെ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ, കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ കാതുകളും കൊതിക്കുന്നേ കാരുണ്യവാരി. പാടും ഞാൻ പരമേശ്വരോ സതതം, പാടും ഞാൻ പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പുതിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. അല്പസമയം ഡേവിസ് അച്ഛനായി സമയം വേർതിരിക്കുകയാണ്. അച്ഛനെ ഒത്തിരി പ്രാവശ്യം ഫേസ്ബുക്കിലും മറ്റും ലൈവായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ അച്ഛനെ ഈ പ്രയാണ യാത്രയിൽ ആദ്യമായി മുഖാമുഖമായി കാണുന്ന അച്ഛന്റെ സരളമായ ഭാഷ, തൃശൂർ ഭാഷ. അച്ഛൻ ചെയ്യുന്ന വളരെ സേവനങ്ങൾ ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറം അച്ഛന്റെ വായിൽ നിന്ന് കേൾക്കാൻ സമൂഹം കാതുകൂത്തിയിരിക്കുന്നു. ഓവർ ടു ഡേവിസ് അച്ഛൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ മാതാവിൻ്റെ, ദാവീദിൻ്റെ, സങ്കീർത്തകന്റെ ഒക്കെ വാക്കുകൾ സ്തുതിഗീതങ്ങളായിട്ടാണ് നമ്മൾ കാണുക. ഈ ഒന്നെന്ന് നമ്മുടെ എല്ലാ ലിറ്ററേച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കാൻ ഒരു വരിയുണ്ടല്ലോ, പാടുവാനല്ലെങ്കിൽ അതാണ് കാര്യം. ഈ പാടാത്ത വീണയും പാടും. അപ്പൊ ഈ പാടാനാണ് ഈ നാവ് തന്നിട്ടുള്ളത്. ഈ നാവ് കൊണ്ട് ഈ ലോകത്തിലുണ്ടല്ലോ അസുഖം വരാത്ത ശരീരത്തില് ഒരു അവയവം എനിക്ക് തോന്നുന്ന നാവാ. കിഡ്നിക്ക് അസുഖം വരും, ഹാർട്ടിന് വരും, കൈയും കാലും ഒക്കെ വരും. പക്ഷെ നാവിന് ഒരു അസുഖവും ഇല്ല. അതാ പ്രശ്നം. കാരണം ഇതിന് ഒരു അസുഖം വരില്ല. എന്തുമാത്രം ഇതിന് നാവിട്ടിട്ട് അടിച്ചാലും കേടുവരില്ല. അപ്പൊ കേടുവരാത്തൊരു സാധനം ദൈവം തന്നുള്ളത് എന്താണ്? നാവാണ്. അതെന്തിനാണ്? നീ എത്രമാത്രം നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവോ, നമ്മുടെ നാവിൽ ഒരു വാക്ക് വന്നാൽ അതപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകും. നമ്മുടെ വായിൽ എന്ത് വന്നാൽ അത് ഭക്ഷണമായിട്ട് വയറ്റിലിരിക്കുന്നത് പോലെ നമ്മുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ സംഗീതം രണ്ട് സാധനം വേണ്ട അല്ലടാ. ഒന്ന് രാഗം, പിന്നെ താളം. രാഗവും താളവും ചേരുന്നതാണ് സംഗീതം. ഈ സംഗീതത്തിന്റെ രാഗം എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുക അതിന് നമ്മുടെ ജീവിതത്തിന്റെ ആ വിശ്വസ്തതയാണ്, വിശ്വാസമാണ്. പറഞ്ഞ പോലെയൊക്കെ രാഗം വരണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാണ്. പിന്നെ താളം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹ താളം നമ്മുടെ ഈ താളം തെറ്റിയാലാണ് ഈ ജീവിതമൊക്കെ അവതാളത്തിലാവുന്നത്. ഇവിടെ താളം തെറ്റിയാലും ആൾക്കാരൊക്കെ എന്നൊക്കെ നോക്കും. പാട്ടില് താളം തെറ്റിയാലും ധൈര്യമായിട്ട് പാടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൂസലില്ലാണ്ട് പാടും.
നമ്മളൊക്കെ താളം തെറ്റുമ്പോൾ ആകെ ഒരു പ്രയാസം, അവർക്കൊരു പ്രയാസമില്ല, ഭംഗിയായിട്ട് ഇങ്ങനെ പാടും. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ ആനന്ദം പകരുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സ്വർഗം വരെ എത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഗീതം പണ്ട് കാലത്തൊക്കെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങളായിരുന്നു. ദേവാലയത്തിലെ ചുമരുകളും ദേവാലയത്തിലെ അന്തരീക്ഷം മുഴുവനും ദൈവത്തെ, മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ നമ്മളെ യാത്രയിലൊക്കെ ഈ പാട്ട് പാടണം. നിങ്ങൾ കാറിൽ പോകുമ്പോൾ പാട്ട് പാടണം. പാട്ടിൽ അവിടെ വെച്ചാൽ പോരാ, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പാടണം. പിന്നെ വീട്ടിലാണെങ്കിലും ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാം, അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം ഒരു സംഗീതമാകണം, ദൈവത്തിനുള്ള ഒരു സ്തുതിഗീതമായിട്ട് മാറണം. വെറുതെ പറയാനല്ല അച്ഛൻ, നമ്മൾ പറയാം പാട്ടിൽ ഇത്തിരി താളം ഇതൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരു തെറ്റ് വരാണ്ടിരുന്നാൽ മതി. പാട്ട് തെറ്റി എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാട്ടങ്ങട് പാടിയതങ്ങട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടൊരു കുറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പാട്ട് തെറ്റിയതിന്റെ പേരിൽ വിഷമിക്കണ്ട. വലിയൊരു പാട്ടുകാരൻ അതിമനോഹരമായി പാട്ട് പാടി സ്റ്റേജിൽ നിന്നിട്ട് അപ്പൊ എല്ലാവരും കൈയടിച്ചു, എല്ലാവരും ഒന്ന് നോട്ടുമാലകളൊക്കെ കഴുത്തിലിട്ട് കൊടുത്തു. പക്ഷെ അയാളുടെ മുഖത്ത് പ്രസാദമില്ല. അപ്പൊ ഇതെന്താ തനിക്ക് ഇത്ര നന്നായിട്ട് പാടിയിട്ട് എന്തൊരു ഇത്ര സന്തോഷമില്ലാത്ത? ഇപ്പൊ നോക്കുമ്പോൾ ഇയാളെ പാട്ട് പഠിപ്പിച്ച ആൾ ഏറ്റവും പിന്നിലിരിപ്പുണ്ട്, അയാളുടെ മുഖത്ത് പ്രസാദമായിട്ടില്ല. കാരണം നിങ്ങളൊക്കെ കൈയടിച്ചു, അയാൾക്കറിയാം പാടിയത് എന്താന്നുള്ളത്. നമ്മൾ പാടുമ്പോൾ ദൈവത്തിന്റെ മുഖത്ത് പ്രസാദം വരണം. മനുഷ്യരൊക്കെ നമുക്ക് വേണ്ടി കൈയടിച്ചാലും നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പക്കൽ എത്തിച്ചേരും. കുട്ടികളുടെ പാട്ടുകൾ കേട്ടിട്ടോ നിങ്ങൾ? ആരും തെറ്റുപറ്റി എന്ന് കുട്ടികൾ പാടുമ്പോൾ പറയില്ല. തെറ്റ് പറ്റുമ്പോൾ എല്ലാവരും ചിരിക്കും, സന്തോഷിക്കും. കുട്ടികളുടെ തെറ്റ് നമുക്ക് സന്തോഷമാണ്. പ്രായം ചെന്നൊരാൾ ഒന്നുകൂടെ പാടിയിട്ട് തെറ്റിയാലും നമ്മൾ അപ്പോഴും കൈയടിക്കും. അതിൻ്റെ ഇടയിലുള്ള പ്രായം മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ കുട്ടികളാവുക, കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ ശിശുക്കളെ പോലെ ആകണമെന്നുണ്ട്. അത് ഈ പ്രായമായാലും ശിശുക്കളെ പോലെ ആകും നമ്മൾ. അപ്പൊ ദൈവത്തിനെ സ്തുതിയർപ്പിച്ച് ഞാനൊരു പാട്ടിന്റെ പേരിലൂടെ ഒന്നുമില്ലായ്മയിൽ ഒന്നുമില്ല, അത് കാരണം ഒന്നുമില്ലായ്മ എന്ന് പാടാൻ വിചാരിച്ചിട്ടാണ് ആ പാട്ടിന്റെ വേണ്ടി പാടി നോക്കടാ. ഒന്നുമില്ലായ്മയിൽ അല്ലെ ആ അടുക്കങ്ങട് പാടുന്നേ, എല്ലാരും കൂടി പാടട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നു ചേരാൻ ഇത്രയും സ്വാധീനമുള്ള ഒന്നില്ല, അത് സംഗീതമാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. കേട്ടോ, നീ വായിച്ചോ? ആ പാടിയോട്ട് നിങ്ങൾ പാടില്ല, ആരെ പാടി? ആന്നെ പാടാതെ കുഴപ്പമില്ലല്ലോ, ആന്നെ പാടാതെ. നിങ്ങൾക്കറിയാവുന്ന പാട്ടല്ലേ? യെസ്. അതിന്റെ വരികളൊക്കെ ഭയങ്കര ഫീലിംഗ് ഉള്ളത് നമുക്ക്. സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം.
എന്റെ ഓർമ്മ ശരിയാണ്. അച്ഛൻ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് മിക്കവാറും ഇത് യൂട്യൂബിൽ